നമസ്കാരം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ എല്ലാ ചക്കര പൊന്നു സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു. വലിയ കാര്യമായിപ്പോയി. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എപ്പോഴും എനിക്കിങ്ങനെ ലാഗ് അടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേരെ. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫ്രഷായി വന്നു. എന്നിട്ട് ഡ്രയർ വെച്ചിട്ട് മുടിയൊക്കെ ഉണക്കുവാണേ. ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ വ്ളോഗ് ആയതുകൊണ്ട് ഞാനിതൊക്കെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ബ്രഷ് ചെയ്തു. പിന്നെ ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ച മറ്റേ ജാക്കറ്റും പലാസോയും ഇല്ലേ, അതാണ് ഇട്ടിട്ടേക്കുന്നത്. പിന്നെ ലൈറ്റായിട്ട് ഐബ്രോ ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാണെങ്കിൽ കാജൽ എഴുതി കൊടുക്കുന്നുണ്ട് 2 കണ്ണിലും. ഒരു കണ്ണിൽ എഴുതുന്ന വലിപ്പവും മറ്റേ കണ്ണിൽ എഴുതുന്ന തമ്മിൽ രണ്ടും രണ്ടായി പോവാറുണ്ട്. അപ്പം ഞാനതിങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ. പിന്നെ 2 കണ്ണും ഏകദേശം ഒരുപോലെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ടു, ബ്ലൂ ഹെവൻ്റെ. അത് കഴിഞ്ഞിട്ട് ആ ലിപ്സ്റ്റിക്കിൻ്റെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നല്ലൊരു കടും ചാത്തൻ കളർ എടുത്തിട്ട് ഞാൻ ചുണ്ടിൽ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മജന്ത പിങ്ക് മിക്സ് ചെയ്തൊരു കളറ്. അപ്പോൾ ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. വോയിസ് ഓവർ കഴിഞ്ഞിട്ടും ഈ വീഡിയോ എത്തുന്നില്ലല്ലോ കർത്താവേ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളത് ലേണേഴ്സിനുള്ള ടെസ്റ്റിന് വേണ്ടിട്ട് കാക്കനാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി ബാക്കി അവിടെ ചെന്നേച്ച് വിശേഷങ്ങൾ കാണാം. കാക്കനാടുള്ള കളക്ട്രേറ്റിലായിരുന്നു കേട്ടോ ലേണേഴ്സിന്റെ ടെസ്റ്റ്. ഇതിന്റെ അന്തരീക്ഷമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മുറ്റമൊക്കെ പാർക്ക് പോലെയൊക്കെ നല്ല പൊളിയായിരുന്നു കാണാൻ. അപ്പൊ അവിടെ ചെന്നപ്പോ ടെസ്റ്റ് എഴുതാൻ വേറെയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നപ്പോഴേ ഭയങ്കര രസമുള്ളൊരു കാഴ്ച കാണിച്ചു തരാവേ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഹായ്, ഊഞ്ഞാല്. നമുക്ക് ഊഞ്ഞാലാടാം. ഇത് നോക്കിക്ക്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇല്ലേ? ഊഞ്ഞാലൊന്നും ഇരിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫസ്റ്റ് ഇതിലപ്പടി അഴുക്ക, പക്ഷെ കുഴപ്പമില്ല, നല്ല സ്ഥലം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പം എക്സാം എഴുതാനായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ചെറിയ ടെൻഷനുണ്ട്, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ അപ്പം ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ റിസൾട്ട് ഞങ്ങൾ പാസ്സായി. സീരിയസ്ലി, സത്യം ഞങ്ങൾ പാസ്സായി സുഹൃത്തുക്കളെ. നല്ല സന്തോഷം. എനിക്ക് ചായ മേടിച്ചു തരുമോ? ശരി, ഇനി നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, അപ്പോൾ പാസ്സായി. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ ചായ കുടിക്കണം. അപ്പയുടെ ട്രീറ്റ് അല്ല അപ്പേ. അന്ന് അപ്പ ഇവരോടൊന്ന് പറഞ്ഞേ. ചായക്കട ചെന്നപ്പോഴാണെങ്കിൽ അവിടെ നല്ല അടിപൊളി അടിച്ചു വെച്ചേക്കുന്ന നല്ല ചൂട് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതും ഒരു ഗ്രീൻ പീസ് കറിയും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മാമ്മക്കുള്ള ഫുഡാണെങ്കിൽ നമ്മൾ പാഴ്സലും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാ. പിന്നെ അതിന് മുന്നേ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറുന്നുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പുറത്തേക്ക് പോവാന്നു. എവിടേക്കാ എന്നെ കൊണ്ടാക്കുന്നതെന്നൊന്നും എനിക്ക് അറിയാൻ മേല. എവിടെയപ്പ എന്നെ കൊണ്ടാക്കാൻ പോണേ? സെൻട്രൽ സ്ക്വയറോ? ഓക്കെ, ഫൈൻ. അപ്പോൾ എന്നെ സെൻട്രൽ സ്ക്വയറിൽ കൊണ്ടാക്കാൻ പോവാന്നു. നമുക്ക് ഒരുമിച്ച് വായി നോക്കാം. നമുക്ക് ഒരുമിച്ച് വ്ലോഗ് എടുക്കാം, വായോ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരാള് മരുഭൂമിയിൽ പെട്ടുപോയി. അപ്പോഴത്തേക്കിന് വേണമെങ്കിൽ അയാൾക്ക് വിശ്രമിക്കണം. അയാളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. അയാളപ്പോ എന്താ ചെയ്യാ? തേങ്ങ വെള്ളം പൊട്ടിച്ച് കുടിച്ചിട്ട് അല്ല, വിശ്രമിക്കണോ അയാൾക്ക്? അതെ, അയാൾ വെള്ളം കുടിക്കുക, തേങ്ങ വെള്ളം കുടിക്കുക. അയാൾ സന്തോഷവാനാവും.
എനിക്കെടുക്കും. അല്ല 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 ഇത് കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ആ ഇതല്ല. അതല്ലേ ആ, ആ. എനിക്കറിഞ്ഞൂടെ. തേങ്ങ രണ്ടായിട്ട് മുറിക്കുക, അപ്പൊ രണ്ട് മുറിയായില്ലേ, ആ മുറിയിൽ അയാൾ വിശ്രമിക്കും. നല്ല ചളിയല്ലേ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അതിന് ആൻസർ ചെയ്യോ? ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ആ, ഒരാള് മരുഭൂമിയിൽ ഒറ്റയ്ക്കായി പോയി, അപ്പത്തേക്കിന് വന്നെങ്കിൽ അയാൾക്ക് വിശ്രമിക്കണം. അയാളുടെ കയ്യിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. അപ്പത്തേന് അയാൾ എന്നാ ചെയ്യുന്നേ? ആ, 3 ഉറുമ്പുകൾ ഇങ്ങനെ നടന്നു വന്നു. 3 ഉറുമ്പുകള്. നടന്നു പോകും. ആ പുറയിൽ രണ്ടാമത് ഉറുമ്പിനോട് വെച്ച് പറഞ്ഞു എന്റെ മുമ്പിൽ ഒരു ഉറുമ്പുണ്ട്. ശരി. ബാക്കിക്കുന്ന ഉറുമ്പിനോട് വെച്ച് പറഞ്ഞു എന്റെ മുമ്പിൽ 2 ഉറുമ്പുണ്ട്. ആ ഏറ്റവും മുമ്പിരിക്കുന്ന ഉറുമ്പിനോട് വെച്ച് പറഞ്ഞു എന്റെ മുമ്പിൽ 2 ഉറുമ്പുണ്ട്. ശരി. അവര് വട്ടത്തിലാണ് നടക്കണേ. നല്ല സ്ട്രൈറ്റ് ലൈനിലാണ്. ഓ, അവര് മിറർ വെച്ചിട്ടുണ്ട്. പ്ലെയിൻ സർഫസ്. ആം, ആ, അവര് ട്വിൻസ് ആണോ? അല്ല, അവര് നേരെ നടക്കുവാന്നല്ലേ പറഞ്ഞേ? അതെ. വട്ടത്തിലല്ല. അതല്ലല്ല. തോറ്റുപോയി. ആ, മുമ്പിരിക്കുന്ന ഉറുമ്പിനെ കള്ളം പറഞ്ഞു. അച്ചൂടാ. ഓക്കെ. ആ, പേര് ജലീന. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ അല്ല, എനിക്ക് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിക്കുന്ന. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാരണം എല്ലാം നടക്കുന്ന ആണല്ലോ. എന്നോട് എല്ലാം നടക്കുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോ എവിടെ പോകുന്ന എങ്ങനെ ഉണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്തോ ഒരു ശക്തി ഉണ്ട്, അതിനെ ദൈവം എന്ന് വിളിക്കുന്നത്. ശരി, അപ്പൊ വിശ്വാസം ഉണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. പേര് പറയോ? അമൽ, പ്രദീപ്, നവീൻ, ആദിത്യൻ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരാള് അയാൾ മരുഭൂമിയിൽ പെട്ടുപോയി, അയാളുടെ കയ്യിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ, പക്ഷെ അയാൾക്ക് വിശ്രമിക്കണം. അപ്പൊ എന്നാ ചെയ്യും? ആ, തേങ്ങ മാത്രമേ ഉള്ളൂ. പറയട്ടെ, അയാൾ ആ തേങ്ങ മുറിക്കും, അപ്പൊ 2 മുറി കിട്ടിയില്ലേ, അതിലൊരു മുറിയിൽ വിശ്രമിക്കും. ഓക്കെ. എന്റെ മനസ്സിനെ നല്ല വിഷമമുണ്ട്, ഞാൻ നല്ല വിഷമത്തിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റോ? ചിരിച്ചോണ്ട് സമാധാനിപ്പിക്കതേ. അത് സംസാരിക്കാൻ വേണ്ടി ആണോ? എന്താ പറ്റി? ആ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, കൂളായിട്ട് ചില്ലായിട്ടിരിക്കും. ഓക്കെ, താങ്ക്സ് ടാ. ഒരാള് മരുഭൂമിയിൽ അകപ്പെട്ടു പോയി, അപ്പത്തേക്കിനും ആണെങ്കിൽ അയാൾക്ക് വിശ്രമിക്കണം. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾ എങ്ങനെ വിശ്രമിക്കും? തേങ്ങ. ആ, അതെ. ഉത്തരം സ്റ്റാൻഡേർഡ് അല്ല, നല്ല ചളിയാ. ആ, ഉണ്ട്, അയാളുടെ കയ്യിലുണ്ട്. അതെ അതെ. തേങ്ങ പൊളിക്കോ, വെള്ളം എടുക്കോ, ആ, എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? അയാൾ വിശ്രമിക്കണം. അയാൾക്ക് പറയട്ടെ തോറ്റല്ലോ. 3 ആള് സമ്മതിച്ചേ. അയാൾ ആ തേങ്ങ എടുത്ത് 2 മുറിയാക്കും, അപ്പൊ 2 മുറിയായില്ലേ, ആ മുറിയിൽ അയാൾ താങ്ക്സ് ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. നാളെ കാണുന്നത് വരെ ബൈ.